Hello guys, welcome back to Flying Freakies. It's me Kiran. It's Marishma. Okay, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗിങ്ങിന് വേണ്ടി നമ്മളൊരു ക്യാമറ വാങ്ങിച്ചായിരുന്നു. സോ നമ്മൾ വാങ്ങിയ വീഡിയോ നമ്മൾ ആദ്യം കാണിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അൺബോക്സിംഗ് ആയിരിക്കുള്ളൂ. ആ ക്യാമറയെ കുറിച്ച് ചെറിയൊരു വിശദീകരണം. സോ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് കളമശ്ശേരി ക്രോമിലാണ്. സോ ഇവിടെ നിന്നാണ് നമ്മൾ ക്യാമറ വാങ്ങാൻ വേണ്ടി വന്നേക്കുന്നത്. ഇത് പുതിയൊരു ഷോപ്പാണ് നമ്മുടെ ക്രോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ വന്നേക്കുന്നത്. ഇത് നേരത്തെ ബാംഗ്ലൂരൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു കളക്ഷൻസ് ഒക്കെയാണ് ഇവര് വരുന്നത്. കൂടാതെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്ത് തരും. അതുമാത്രമല്ല, ഈ ക്യാമറ നമുക്ക് ഇവിടെ സ്റ്റോക്കില്ലായിരുന്നു. സോ അവർ നേരത്തെ പറഞ്ഞപ്പോൾ അവര് സ്റ്റോക്ക് അറേഞ്ച് ചെയ്താണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നായിരുന്നു. 2 days ഉള്ളിൽ നമുക്ക് സാധനം എത്തിച്ചായിരുന്നു കേട്ടോ. സോ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് അൺബോക്സിംഗ് ചെയ്യാണ്. ബട്ട് മെയിൻ അൺബോക്സ് നമുക്ക് പിന്നീട് കാണിക്കാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതെന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റുമാണ്. മോളോട്ട് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചെന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. അടിപൊളി സാധനം. സോ ഗൈസ്, നമ്മളിപ്പോ ക്യാമറ വാങ്ങിച്ചത് ക്രോമിന്നാണ്. ക്രോമ കളമശ്ശേരി. സോ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് ചെയ്യാം. നമ്മളിപ്പോഴും പറഞ്ഞില്ല എന്ത് ക്യാമറയാണെന്ന്. ഇതാണ് നമ്മുടെ സോണി ആൽഫ ആണ്. ഇതാണ് വരുന്നത് ZV-E10L. E10. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. നമുക്ക് ഇത് നോക്കാം. ഇതിന്റെ കൂടെ 2 വർഷത്തെ വാറന്റി ഉണ്ട്. 64 GB മെമ്മറി കാർഡാണ് വരുന്നത്. ഇത് ഓൾറെഡി അൺബോക്സ്ഡ് ആയിരുന്നു. അതാണ് ഇവിടെ പൊട്ടിയത് കണ്ടത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ സോണി ഒറിജിനൽ മെമ്മറി കാർഡാണ് ഇതിനകത്ത് വരുന്നത്. അത് 64 GB. നമ്മുടെ ബോക്സിന്റെ അകത്ത് ഒരു ഇൻഫർമേഷൻ, പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സോണിയുടെ ചെറിയ ചെറിയ ബുക്ക്ലെറ്റ്സ് ആണ്. ബാറ്ററി ചാർജറും അതിന്റെയൊക്കെ വരുന്നത്. പിന്നെ ക്യാമറയുടെ ബുക്ക്ലെറ്റ്, പിന്നെ ലെൻസിന്റെ ബുക്ക്ലെറ്റ്, ഇതൊക്കെയാണ് ആദ്യം ഇതിനകത്ത് വരുന്നത്. ഈ ഇൻഫർമേഷൻസ് നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. സോ നമുക്കത് സ്കിപ്പ് ചെയ്യാം. സോ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ലാസ്റ്റ് എടുക്കാം. പ്രൊഡക്റ്റ്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ USB കേബിൾ ആണ് വരുന്നത്. C കേബിൾ ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനും ക്യാമറ ചാർജ് ചെയ്യാനും കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു പവർ കേബിൾ വരുന്നുണ്ട്. നോർമൽ നമ്മുടെ എല്ലാത്തിലും കിട്ടുന്ന പോലെ പവർ കേബിൾ ആണ്. പിന്നെ വരുന്നത് അതിന്റെ ഒരു അഡാപ്റ്റർ. അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാനും പിന്നെ പവർ കോഡ് കണക്ട് ചെയ്യാം. ഇതാണ് ചാർജിങ്ങിനുള്ള ഫെസിലിറ്റി. ഈ 3 സാധനമാണ് ചാർജിങ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ടാഗ് വരുന്നുണ്ട്. സോണിയുടെ പ്രൊട്ടക്ഷൻ ആണ്, താഴെ വീഴാതിരിക്കാനായിട്ട് വെക്കാവുന്ന ഒരു ഇതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു വിൻഷീൽഡ് വരുന്നുണ്ട്. അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണത്, എവിടെയാണ് എന്തിനാണെന്നുള്ള യൂസ് ചെയ്യണത്.
ഞാൻ കാണിച്ചു തരാം. സോ ഇത്ര സാധനങ്ങളാണ് ഇതിനുള്ള ആക്സസറീസ് ആയിട്ടുള്ള വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാമറ. സോ ഗൈസ്, ഇതാണ് ക്യാമറ വരുന്നത്. ആൽഫ ZV-E10. സോ ഇതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ZV-E10 എന്ന് പറഞ്ഞ് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. ഇത് വരുന്നത് നമുക്ക് വരുന്നത് ഒരു ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഒരു ലെൻസ് ഇതിലൂടെ വരുന്നുണ്ട്. ലെൻസ് വരുന്നത് 1650 mm ലെൻസ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഈ ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ലെൻസ് ആണ്. പിന്നെ ഇതിന് കുറെ പ്രത്യേകതകളുണ്ട്. ഇത് മെയിൻലി വ്ളോഗിങ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. വ്ളോഗിങ്ങും വീഡിയോ ക്രിയേറ്റേഴ്സും ആണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് വ്ളോഗിങ് ഒരു ബിഗിനേഴ്സിനൊക്കെ നമുക്ക് പറ്റിയ ഒരു ക്യാമറ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മൈക്ക് വരുന്നത്. മൈക്ക് നമുക്ക് പുറത്തത്തെ വിൻഡിന്റെ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് വിൻഷീൽഡ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു മൗണ്ട് ഉണ്ട്. ആ മൗണ്ടിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്താൽ മതി. അത് നമുക്കിത് കവർ ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ പുറത്തുള്ള സൗണ്ട് മുഴുവനും ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് വരും. അപ്പോൾ ഇത് നമുക്കിപ്പോ മാറ്റാം. നമുക്കിപ്പോ യൂസ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇതിന്റെ ബട്ടൺസ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് ഓൺ ഓഫ് ബട്ടൺ. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്ന ഒരു ബട്ടൺ ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഉണ്ട്, വീഡിയോ ക്യാമറ ഉണ്ട്, പിന്നെ സ്ലോ മോഷൻ ക്ലിപ്പ് അതിനാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്കൊരു ബ്ലർ ബട്ടൺ ഉണ്ട്. ബ്ലർ ബട്ടൺ ആക്ച്വലി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. നോർമലി നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാൻ വേണ്ടി നമ്മൾ കുറെ ഫോക്കസ് ചെയ്യണം, അതിന്റെ കുറെ സെറ്റിംഗ്സ് ഒക്കെ മാറ്റണം. സോ ഞാൻ പറഞ്ഞു വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറിംഗ് ആണ്. സോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബിഗിനർ ആണ്. അപ്പോ ബ്ലർ ചെയ്യാനായിട്ട് നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് നമ്മുടെ ഈ ഒരു ക്യാമറ ഇതിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ബ്ലർ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടണാണ്. ഇത് എന്തിനാ ഉപയോഗിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും നമ്മളിപ്പോ വീഡിയോ ബ്ലോഗിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ നമുക്കൊരു പ്രൊഡക്റ്റ് കാണിക്കണമെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിനോട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ആ ഒരു ഇത് ആ ബട്ടൺ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. സാധാരണ ക്യാമറയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് മൂടിയാൽ മാത്രമേ ആ ഒരു ഫോക്കസിങ് വരുള്ളൂ. ബട്ട് ഇതിനു വേണ്ടി നമുക്ക് നമ്മുടെ സോണി അതൊക്കെ മാറ്റിയിട്ട് ഇത് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. സോ അതാണ് അടുത്ത ഫീച്ചർ ഇതിന്റെ വരുന്നത്. പിന്നെയും ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഇതിന്റെ ക്യാമറയുടെ ലെൻസ് മാറ്റാവുന്നതാണ്. ഈ മൗണ്ട് ആണ്. സോ നമുക്ക് ഇതിനേക്കാളും കൂടിയ ലെൻസോ നമുക്ക് നല്ലതും നമുക്ക് റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ കൂടെ വന്ന ലെൻസിൽ ഇതിന്റെ കൺട്രോളിങ് നമുക്ക് ക്യാമറയിൽ തന്നെ ചെയ്യാൻ പറ്റും. ആ ഒരു സവിശേഷതയും കൂടെ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു ഫിൽറ്റർ വാങ്ങിച്ചു, UV ഫിൽറ്റർ ആണ്. അത് നല്ലതാണ് കേട്ടോ വാങ്ങിച്ചു വെക്കണം, കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് വാങ്ങിച്ചത് നമ്മുടെ വി ട്രേഡേഴ്സിനാണ്. നിസി എന്ന ഒരു ബ്രാൻഡാണ് നമുക്ക് തന്നേക്കുന്നത്. സോ ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന്റെ കോസ്റ്റ് വരുന്നത് 700 rupees. അതാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് കേട്ടോ. സോ അതും നമ്മൾ വാങ്ങിച്ച് ഇതിനകത്ത് ഇട്ടിട്ടില്ല, ഞാനത് ഇടണം. പിന്നെ നമ്മുടെ മെമ്മറി കാർഡ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അകത്തുണ്ട്. ഈ മെമ്മറി കാർഡ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട ബെസ്റ്റ്. ഇനി നമുക്ക് പിന്നെ നേരിട്ട് വീഡിയോ എടുക്കാതെ ഉള്ളു. അത് ഞാൻ അടുത്ത ഇതിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷനാലിറ്റി, ഇതെല്ലാം ഞാൻ അതിൽ ചെയ്യാം. ഓക്കെ ഗൈസ്, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.